പൗർണമി ദിവസം രാത്രിയിൽ 336 തവണയാണ് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത്. ഈ ലളിതമായിട്ടുള്ള മന്ത്രം 336 തവണ നമ്മൾ ജപിക്കുന്ന സമയത്ത് ഗന്ധർവൻ്റെ സാന്നിധ്യം നമ്മൾ അറിയുകയും ആ ടൈമിൽ നമ്മുടെ ഇടത് കൈ നമ്മൾ അഭയമുദ്രയിൽ പിടിച്ച ശേഷം നമ്മുടെ ആഗ്രഹം നമ്മൾ പറയുമ്പോൾ അത് അടുത്ത 7 ദിവസത്തിനുള്ളിൽ ഗന്ധർവൻ സാധിച്ചു തരുമെന്നാണ് വിശ്വാസം. അപ്പോൾ നമുക്ക് ആ ഒരു മന്ത്രത്തിലേക്ക് കിടക്കാം. നമസ്കാരം. ആസ്ട്ര യൂണിവേഴ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വശ്യത്തിന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ഈ ഒരു ഗന്ധർവ സാധന ചെയ്യുമ്പോൾ നമുക്ക് നേടിയെടുക്കേണ്ടത് എല്ലാ ആഗ്രഹങ്ങൾക്കും വേണ്ടിയിട്ടും ഈ ഒരു മന്ത്രം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ആ മന്ത്രം എന്നും അത് ജപിക്കേണ്ട രീതിയും നമുക്ക് നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളുടെ വിവാഹം, തൊഴിൽ, അതുപോലെ ബന്ധങ്ങൾ, നിങ്ങളുടെ തടസ്സങ്ങൾ, ഇവയൊക്കെ നമുക്ക് പരിഹരിക്കാനുള്ള ലളിതമായിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ ഈ ഒരു ജ്യോതിഷ വിശകലനത്തിലൂടെ പറഞ്ഞു നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മന്ത്രത്തിലേക്കൊന്ന് പോവാം. അപ്പോൾ മറ്റുള്ള മൂർത്തികളുടെ മന്ത്രം ജപിക്കുന്ന ആളുകൾക്കും ഗന്ധർവൻ്റെ മന്ത്രത്തെ ഉപാസിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓം ഗും ഗുണ്ടാന്ത ഘും സുവർണ കിരീടധാരിണീം ഗന്ധർവം ഭജേ ഗും സ്വാഹ. അപ്പോൾ ഈ ഒരു മന്ത്രം 333 തവണ പൗർണമി ദിവസം രാത്രികാലങ്ങളിലാണ് ജപിക്കേണ്ടത്. ഈ ഒരു മന്ത്രജപം നമ്മൾ പൂർത്തിയാക്കിയ ശേഷം നമ്മൾ ഇരിക്കുന്ന വേളയിൽ ഗന്ധർവൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നതായിരിക്കും. ഗന്ധങ്ങളിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചില സ്പർശനങ്ങളിലൂടെയൊക്കെ ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിരിക്കും. അവരുടെ ഭക്തിയും അവരുടെ കഴിവും അനുസരിച്ച് വ്യത്യസ്ത രീതിയിൽ ആ ഒരു ലക്ഷണം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ട് ആ ദേവത നമ്മളുടെ മുന്നിലേക്ക് വന്നെന്ന് മനസ്സിലാകുന്ന സമയത്ത് നമ്മളെ ഇടത് കൈ താഴ്ത്തി നമ്മൾ അഭയമുദ്രയിൽ പിടിച്ചുകൊണ്ട് നമ്മൾ ആരെയാണോ വശീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയുടെ പേരും നാളും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമ്മൾ മന്ത്രജപം ചെയ്യുന്ന സമയത്തൊക്കെ ആ ഒരു വ്യക്തിയെപ്പറ്റി നന്നായിട്ട് ചിന്തിക്കേണ്ടതുമാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു കാര്യത്തിനായിട്ട് നമ്മുടെ ഏതൊരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മന്ത്രം ഉപയോഗിക്കാവുന്നതാണ്. തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് ഈ ഒരു മന്ത്രം ഉപയോഗിക്കാതിരിക്കുക. നമുക്ക് അർഹതപ്പെട്ട ബന്ധങ്ങളിലെ പിണക്കങ്ങളും പരിഭവങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഭാര്യാഭർത്താക്കന്മാർക്ക്, അതുപോലെ തന്നെ കാമുകന്മാർക്കൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗന്ധർവൻ എന്ന മൂർത്തി നല്ല രീതിയിൽ ഭക്തരെ അനുഗ്രഹിക്കുന്ന ഒരു മൂർത്തി സാന്നിധ്യമാണ്, ഒരു പ്രത്യക്ഷ മൂർത്തിയും കൂടിയാണ്. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം അനുഭവങ്ങൾ, സന്തോഷം, അതുപോലെ തന്നെ സമൃദ്ധി, ഇവയൊക്കെ നൽകുവാൻ കഴിവുള്ള ഒരു മൂർത്തിയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു മന്ത്രത്തെ ഉപയോഗിക്കുക. പൗർണമി ദിവസമാണ്, വ്രതത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ ഈ മന്ത്രത്തിന് മറ്റ് ചിട്ടകളില്ല. നമ്മൾ ഇരുന്ന് ജപിക്കുമ്പോൾ എന്തെങ്കിലും വിരിച്ചതിന് ശേഷം നമ്മൾ പത്മാസനത്തിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ ചമ്രം പടിഞ്ഞിട്ടിരുന്നിട്ടോ ഈ ഒരു മന്ത്രം ജപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയധികം കാര്യങ്ങളാണ് ഈ ഒരു മന്ത്രത്തെ പറ്റിയിട്ട് പറയാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി.